ഇന്നൊരു മസാല ഷവായാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓവനും ഒന്നുമില്ലാതെ നമ്മളെ വീട്ടിൽ കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത്. അതിന് സ്കിന്നോട് കൂടിയ ഒരു ഫുൾ ചിക്കന് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിൽ ടൂത്ത് പിക്ക് കൊണ്ട് നിറയെ കുത്തിട്ട് കൊടുക്കുക, നമുക്ക് മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 8 ചെറിയുള്ളി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പഴുത്ത മുളക്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി മുറിച്ചതും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഈ ജാർക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ഈ അരച്ച മസാല ചിക്കനിലേക്ക് തേക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇനി ഒരു 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിനുള്ളിൽ റെസ്റ്റിനോടെ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് കുക്ക് ചെയ്യാം. ചിക്കൻ കുക്കറിലേക്ക് വെക്കുന്നതിന് മുമ്പ് കുറച്ച് റൗണ്ടായി കട്ട് ചെയ്ത ഈ സവാള, അതേമാതിരി പൊട്ടാറ്റോ ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചാൽ മതി, എന്നാൽ ചിക്കൻ അടി പിടിക്കില്ല. ഇനി ചിക്കൻ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക. കുക്കറൊന്ന് മൂടിയതിന് ശേഷം 2 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഈ ചിക്കന് ഈ കടായിലേക്ക് വെച്ച് 2 സൈഡും ഒന്ന് കളറാക്കി എടുക്കാം. അപ്പോൾ അത് ഷവായ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ ബാക്കി ചെയ്ത മസാല ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ഇവിടെ ഇരിക്കട്ടെ. ഇനി മസാല നമുക്ക് ചിക്കൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം മസാല ഷവായ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലെമൺ റൗണ്ടായി കട്ട് ചെയ്ത് ഇങ്ങനെ ഗാർണിഷിന് വേണ്ടി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ ഷവായ ഉണ്ടാക്കണം എന്നുള്ളവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. വളരെ ഈസിയാണ്, എളുപ്പമാണ്. കുക്കറിലാണ് വേവിച്ചാൽ മതി. ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാൻ കുറച്ച് ടൈം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ഫോളോ ചെയ്യ്, അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് ഒക്കെ വിടി. അപ്പോൾ ഓക്കേ.